നമസ്കാരം. eMalayali.com പ്രവാസി ചാനലിൻ്റെ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ ചാനലുകളും മീഡിയ ആപ്പ് USA OTT വഴി ലഭിക്കുന്നതാണ്. പ്ലീസ് ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഫോർ ഐഫോൺ, ആൻഡ്രോയിഡ്, എനി സ്ട്രീമിംഗ് ഡിവൈസസ് ആൻഡ് സ്മാർട്ട് TV. വടക്കേ അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസ് 2025 ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ എഡിസൺ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ച് നടത്തപ്പെടും. കോൺഫറൻസ് വേദിയായ ഷെറാട്ടൺ ഹോട്ടൽ ജനറൽ മാനേജരായ ജാസി സിംഗും ഇന്ത്യ പ്രസ് ക്ലബ് നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ്, പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ എന്നിവരുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ടു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും കമ്മ്യൂണിറ്റി നേതാക്കന്മാരും വ്യാപാരി വ്യവസായികളും വേദി സന്ദർശിക്കുകയും ആവശ്യമായ ഒരുക്കങ്ങളെപ്പറ്റി ചർച്ച നടത്തുകയും ചെയ്തു. IPCNA ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ഷോളി കുമ്പിളുവേലി, സെക്രട്ടറി ജോജോ കൊട്ടാരക്കര, ട്രഷറർ ബിനു തോമസും മറ്റു ഭാരവാഹികളുമാണ് കോൺഫറൻസിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. 30% ഇന്ത്യക്കാരുള്ള അമേരിക്കയിലെ ഏക നഗരമാണ് എഡിസൺ. എഡിസൺ മേയർ സാം ജോഷി യുവാവായ ഇന്ത്യക്കാരനാണ്. എന്തുകൊണ്ടും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കോൺഫറൻസ് നടത്താൻ അനുയോജ്യമാണ് ഈ വേദിയെന്ന് മാധ്യമപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും അഭിപ്രായപ്പെട്ടു. മാത്രവുമല്ല, ന്യൂയോർക്ക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 20 മിനിറ്റ് മാത്രം അകലെയാണ് ഈ ഹോട്ടൽ സമുച്ചയം നിലകൊള്ളുന്നത്. അമേരിക്കൻ മണ്ണിലെ മലയാള മാധ്യമ പ്രവർത്തക കൂട്ടായ്മയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാവും 11ാമത് കോൺഫറൻസ് എന്ന് വിലയിരുത്തുന്നു. 2006 വർഷത്തിൽ ആദ്യമായി എളിയ രീതിയിൽ തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസ് ഇന്ന് വളർന്നു പന്തലിച്ചെന്നത് അഭിമാനകരമാണ്. അന്ന് മുഖ്യ പ്രഭാഷകനായി വന്നത് മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് ആയിരുന്നു. മലയാള മാധ്യമ രംഗത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനത്തോടൊപ്പം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രചോദനമാകുന്ന ഒരു കോൺഫറൻസ് ആയിരിക്കും ഇത്. കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യധാരയിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ രംഗത്തെ അതികായരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണയും കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. ന്യൂജേഴ്സിയിൽ മുൻപ് 3 തവണ കൺവെൻഷൻ വ്യത്യസ്ത വേദികളിൽ നടന്നിട്ടുണ്ട്. അവയിലെല്ലാം വലിയ ജനപങ്കാളിത്തവും ലഭിച്ചിരുന്നു. ട്രൈ-സ്റ്റേറ്റ് മേഖലയിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നുമൊക്കെ ഡ്രൈവ് ചെയ്തെത്താൻ പറ്റുന്നതാണ് വേദി. ഇന്ത്യ പ്രസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, മുൻ പ്രസിഡന്റ് ജോർജ് ജോസഫ്, മുൻ ട്രഷറർ ജോർജ് തുമ്പയിൽ, IPCNA ഫിലാഡൽഫിയ പ്രസിഡന്റ് അരുൺ കോവട്ട്, ന്യൂയോർക്ക് അംഗം ജോൺസൺ ജോർജ് എന്നീ മാധ്യമ പ്രവർത്തകർ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ഫോമ നാഷണൽ സെക്രട്ടറി ബൈജു വർഗീസ്, ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിൽ, ഫോമ മുൻ പ്രസിഡന്റ് അനിയൻ ജോർജ്, ഫോമ മുൻ സെക്രട്ടറി ജിബി മോളോപ്പറമ്പിൽ, സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരായ സണ്ണി വാണിയപ്ലാക്കൽ, സജി മാത്യു, മിത്രാസ് പ്രസിഡന്റ് രാജൻ ചീരൻ, ജിഷോ തോമസ്, പ്രമുഖ വ്യവസായിയും സംരംഭകനുമായ നോഹ ജോർജ്, ഗ്ലോബൽ കൊളീഷൻ എന്നിവരും വേദി കാണാനെത്തി. ഈ വർഷത്തെ പ്ലാറ്റിനം ഇവന്റ് ആൻഡ് മെയിൻ സ്പോൺസർ സാജ് എർത്ത് റിസോർട്ടിന്റെ ഉടമയായ സാജൻ വർഗീസും മിനി സാജനുമാണ്. ഓരോ കോൺഫറൻസുകളും ഒന്നിനൊന്ന് മികച്ചു നിന്ന പാരമ്പര്യമാണ് പ്രസ് ക്ലബിനുള്ളതെന്ന് പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ചൂണ്ടിക്കാട്ടി. ഇപ്രാവശ്യവും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ജനുവരിയിൽ കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടത്തിയ പ്രസ് ക്ലബിന്റെ മാധ്യമശ്രീ മാധ്യമരത്ന പയനിയർ മീഡിയ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് വൻ വിജയമായി തീർന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ വന്നുവെങ്കിലും അത് സമ്മേളനത്തെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല കൂടുതൽ ജനശ്രദ്ധ ലഭിക്കാൻ കാരണമാവുകയും ചെയ്തു എന്ന് നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ് പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ടെലിവിഷൻ ചാനലുകളുടെ പുരസ്കാര വേദിക്കൊപ്പം കിടപിടിച്ച ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഏറ്റവും നല്ല അഭിപ്രായമാണുണ്ടായത്. കേരളത്തിൽ ഇത്തരത്തിലൊരു പുരസ്കാര വേദി ഒരുക്കുന്നത് വളരെയധികം ശ്രമകരമാണെങ്കിലും ഇത് ഭംഗിയായി നടത്തിയതിന് എല്ലാവരും ഒന്നടങ്കം നന്ദി പറയുകയുണ്ടായി. എല്ലാം കൊണ്ടും വ്യത്യസ്തമായതും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രയോജനം നൽകുന്നതിലൂന്നിയതുള്ളതുമായ പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ കോൺഫറൻസിൽ വിഭാവനം ചെയ്യുന്നതെന്ന് അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത് എന്നിവർ പറഞ്ഞു. അവയ്ക്ക് അന്തിമ രൂപം നൽകി വരുന്നു. ഹോട്ടൽ ബുക്കിംഗിനും രജിസ്ട്രേഷനുമുള്ള വെബ്സൈറ്റ് ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് അവർ അറിയിച്ചു. ഈ വർഷത്തെ കോൺഫറൻസിനും കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖരായ മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുമെന്നും ട്രഷറർ വിശാഖ് ചെറിയാൻ, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയി മുളുകുന്നം എന്നിവരും അഭിപ്രായപ്പെട്ടു.
കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യ പ്രസ് ക്ലബ് ഭാരവാഹികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.